ജൂലൈ 28 വിശുദ്ധ അൽഫോൻസ. 1910 മുതൽ 1946 വരെ കാലഘട്ടം. മോൺസിഞ്ഞർ തോമസ് മൂത്തേടൻ രചിച്ച അനുദിന വിശുദ്ധർ എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തെക്കുറിച്ച് ഹ്രസ്വവും എന്നാൽ വിശദവുമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് ഇപ്രകാരമാണ്: ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമ അനേകായിരങ്ങളിൽ സുവിശേഷത്തിൻ്റെ ആവേശം പകരാൻ, മിശിഹാനുകരണത്തിൻ്റെ അഗ്നി കൊളുത്താൻ പീഠത്തിന്മേൽ ഉയർത്തിവയ്ക്കപ്പെട്ട വിളക്കാണ്. ജീവിതവിശുദ്ധി കൊണ്ടും ലാളിത്യം കൊണ്ടും അനുകരണീയമായ മാതൃകയാണവൾ. കേരളത്തിലെ കുടമാളൂർ ഇടവകയിലെ മുട്ടത്തുപാടത്ത് കുടുംബത്തിൽ 1910 ഓഗസ്റ്റ് മാസം 19 അന്നക്കുട്ടി എന്ന അൽഫോൻസ ജനിച്ചു. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അവളെ വളർത്തിയത് മാതൃ സഹോദരി അന്നമ്മയാണ്. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച സ്വഭാവ രൂപീകരണത്തിന് അവളെ സഹായിച്ചത് ഈ വളർത്തമ്മയാണ്. ചെറുപ്പത്തിലെ തന്നെ ഒരു കന്യകാസ്ത്രീയാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന അന്നക്കുട്ടി വിവാഹത്തിന് സമ്മതിച്ചില്ല. അതിനുവേണ്ടി അവൾ തൻ്റെ കാല് തീയിൽ പൊള്ളിച്ചു. 1927 ഭരണങ്ങാനത്തെ ക്ലാരമഠത്തിൽ പ്രവേശിച്ച അന്നക്കുട്ടി 1928 ഓഗസ്റ്റ് 2 ശിരോവസ്ത്രവും 1930 മെയ് 19 സഭാവസ്ത്രവും സ്വീകരിച്ചു. 1936 ഓഗസ്റ്റ് 12 നിത്യവ്രത വാഗ്ദാനം നടത്തി. യേശുവിനാൽ സന്യാസ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ട അവൾ യേശുവിനോടുകൂടെ യേശുവിന് വേണ്ടി ജീവിച്ചു. കൊച്ചു തെരേസ്യ പുണ്യവതിയോട് ചെറുപ്പത്തിൽ തന്നെ പ്രത്യേക ഭക്തിയുണ്ടായിരുന്ന അൽഫോൻസ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു വലിയ പുണ്യവതിയാകണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു. ചെറുപ്പം മുതൽ സുഹൃതങ്ങളുടെ പാഠശാലയിൽ സ്നേഹം, വിശുദ്ധി, ത്യാഗം, സഹനം, നോമ്പ്, പ്രാർത്ഥന, ഉപവാസം എന്നിവ പരിശീലിക്കപ്പെട്ട അൽഫോൻസാമ വ്രതത്രയത്തിൽ കർമ്മവും ജീവിതവും സമന്വയിപ്പിച്ച ഒരു സാത്വിക ത്യാഗിയായി തീരുകയായിരുന്നു. അൽഫോൻസായുടെ പരിധിയില്ലാത്ത സ്നേഹവും പരാതിയില്ലാത്ത സഹനവുമാണ് ലോകദൃഷ്ടിയിൽ അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത അവളെ ദൈവം വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ഉയർത്തിയതിൻ്റെ പിന്നിലെ രഹസ്യം. വിശുദ്ധ പൗലോസ്ലിഹായെ പോലെ സ്നേഹത്തിൻ്റെ പിന്നാലെ അവളും ഓടുകയായിരുന്നു. കർത്താവെ, എന്നെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ബലിവസ്തുവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന സ്നേഹം. അസഹ്യമായ സഹനങ്ങളിൽ ഉറങ്ങാതെ കിടക്കുമ്പോൾ നീ എന്തു ചെയ്യുകയാണ് എന്ന ചോദ്യത്തിന് ഞാൻ സ്നേഹിക്കുകയാണ് എന്ന് മറുപടി പറയാൻ കഴിയുന്ന സ്നേഹം. നീ ചോദിക്കുന്നതെല്ലാം ഞാൻ തന്നില്ലേ, അതുപോലെ ഞാൻ ചോദിക്കുന്നതെല്ലാം നീയും തരണം എന്ന് സർവ്വസ്വാതന്ത്ര്യം ഉപയോഗിച്ച് പറയാൻ കഴിയുന്ന സ്നേഹം. അൽഫോൻസാമയുടെ ജീവിതത്തെ ഊഷ്മളവും ദീപ്തവുമാക്കിയത് ഈ സ്നേഹമാണ്. യേശുവിനു വേണ്ടി എന്തും സഹിക്കുക, കൂടുതൽ സഹനം ചോദിച്ചു വാങ്ങുക. ഇത് അൽഫോൻസാമ അനുദിന ജീവിതത്തിൽ പതിവാക്കിയിരുന്നു. ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതിൽ കൂടുതൽ സന്തോഷം കണ്ട അവൾ എന്നും ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുവാനാണ് അഗ്നികുണ്ഡത്തിൽ ചാടിയത്. ഈ സംഭവം ക്രിസ്തുവിനു വേണ്ടി കൂടുതൽ സഹിക്കുവാൻ അവൾക്ക് കിട്ടിയ വിളിയുടെ തുടക്കമാണെന്ന് പറയാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, ആപത്തോ, വാളോ? പൗലോസ്ലിഹായുടെ ഈ ചോദ്യത്തിന് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ വിശുദ്ധയാണ് അൽഫോൻസ. ഇങ്ങനെ സഹനത്തെയും വേദനകളെയും തിരസ്കരണങ്ങളെയുമെല്ലാം സ്വർഗചിന്ത കൊണ്ട് അവൾ കീഴടക്കി. ഗോതമ്പ് ഇടിച്ചു പൊടിച്ചാലേ ഓസ്തിയപ്പത്തിനുള്ള മാവുണ്ടാക്കാൻ കഴിയൂ. മുന്തിരിപ്പഴം ചക്കിലാട്ടി ഉടച്ചാലേ അതിലുള്ള നീര് കിട്ടുമെന്ന് അൽഫോൻസാമയ്ക്ക് അറിയാമായിരുന്നു. ഗോതമ്പോ മുന്തിരിയോ ആകുവാനുള്ള മോഹമല്ല, അവ പൊടിയും നീരുമാകുന്ന വേദനയൂർന്ന പ്രക്രിയകളാണ് അവളെ കൊതിപ്പിച്ചത്. ഓരോ ആഴ്ചയിലും പീഡനങ്ങളുടെ കനൽക്കട്ടകളുമായി എത്തിയിരുന്ന സഹന വെള്ളിയാഴ്ചകളെ ആദ്യം ദുഃഖത്തിൻ്റെയും പിന്നീട് സന്തോഷത്തിൻ്റെയും ഒടുവിൽ മഹിമയുടെയും വെള്ളിയാഴ്ചകളാക്കി എന്നതാണ് അൽഫോൻസാമയുടെ വിജയരഹസ്യം. ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് സഹനത്തിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ആർക്കും അൽഫോൻസാമ ഒരു വഴികാട്ടിയും കിളിവാതിലുമാണ്. വിനയത്തെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി സ്വീകരിച്ച അൽഫോൻസാമ അചഞ്ചലമായ ആത്മീയ നിഷ്ഠയുള്ളവളായിരുന്നു. വ്രതവിശുദ്ധിയും വ്രതനിഷ്ഠയുമുള്ളവരുടെ ഗണത്തിൽ
അൽഫോൻസാമയുടെ സ്ഥാനം ശ്രേഷ്ഠമാണ്. കറയറ്റ ഒരു സന്യാസിനിയുടെ ആന്തരിക അച്ചടക്കത്തിൻ്റെ കഥയാണ് അവളുടെ ജീവിതം. സഹനങ്ങളെ സ്നേഹത്തിൽ ചാലിച്ച് ഉയർത്തിക്കാട്ടി സന്യാസത്തിൻ്റെ മാറ്റ് എന്തെന്ന് ലോകത്തെ പഠിപ്പിച്ച അൽഫോൻസാമ 1946 ജൂലൈ 28 തീവ്രമായ വേദന അനുഭവിച്ച് ഈശോ മറിയം യോസേപ്പെ എന്നുരുവിട്ടുകൊണ്ട് തൻ്റെ സഹനബലി പൂർത്തിയാക്കി. സഹനത്തിൻ്റെ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെട്ട അൽഫോൻസ വിശുദ്ധ പദവിയിലേക്കുള്ള പടികൾ വളരെ വേഗം നടന്നു കയറി. മരിച്ച് 9-ാം വർഷം 1953 ഡിസംബർ 2 ദേവദാസി, 36-ാമത്തെ വർഷത്തിൽ 1984 നവംബർ 9 ധന്യ, 38-ാമത്തെ വർഷത്തിൽ 1986 ഫെബ്രുവരി 8 വാഴ്ത്തപ്പെട്ടവൾ എന്നീ നിലകളിലെത്തി. 52-ാമത്തെ വർഷം 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അങ്ങനെ അവൾ ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായി ലോകത്തിലും വിശിഷ്യ ഭാരതത്തിലും വിശുദ്ധിയുടെ പരിമളം പ്രസരിപ്പിച്ചുകൊണ്ട് പരിലസിക്കുന്നു. വചനം ഗലാത്യ 3-ാം വാക്യം. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. വിചിന്തനം: സഹനത്തെ ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർക്കുവാൻ ഒരാൾക്ക് സാധിക്കുമെന്ന് ഓരോ മലയാളിക്കും ഭാരതീയനും കാണിച്ചു തന്ന സ്വർഗീയ മധ്യസ്ഥയാണ് വിശുദ്ധ അൽഫോൻസാമ. ഇന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും, സ്വർഗത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ചേച്ചിയുണ്ട്. സഹനങ്ങളിലും വേദനകളിലും രോഗങ്ങളിലും തളർന്നു പോകുന്ന ഏതൊരാൾക്കും ഏറ്റവും ആദ്യം ഒരമ്മയുടെ പക്കലേക്കെന്ന പോലെ ഓടിച്ചെന്ന് മാധ്യസ്ഥം അപേക്ഷിക്കാൻ സാധിക്കുവാൻ തക്കവിധം സ്വർഗം ഭാരതത്തെ സ്നേഹിച്ച വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ മംഗളങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ത്രോൺ ഓഫ് ഗ്രേസ് ടോക്സ് മരിയൻ കിഡ്സിൽ നിന്നും ആശംസിക്കുന്നു.